എല്ലാ +1 വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലാണുള്ളത്. C++ലെ ഡാറ്റ ടൈപ്പുകളെ പറ്റിയും ഓപ്പറേറ്റേഴ്സിനെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു, വേരിയബിൾസിനെ പറ്റി പറഞ്ഞു, ഓപ്പറേറ്റേഴ്സ് എന്താണെന്നും അതിന്റെ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു അല്ലേ. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ്, ഓപ്പറാൻഡുകളുടെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ടെർണറി ഓപ്പറേറ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ, പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററുകളുണ്ട്, അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററുകളുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സും അവ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് കേട്ടിട്ടുണ്ട്, ഈ വാക്ക് നമുക്കറിയാം. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ സാധാരണയായിട്ട് എന്തിലാണ് ചെയ്യുക? നമ്പറുകളിലാണ് ചെയ്യുക അല്ലെ. ഇന്റീജേഴ്സ് ആവാം, റിയൽ നമ്പേഴ്സ് ആവാം. ആ നമ്പറുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനുകൾക്ക് പറയുന്ന പേരാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. രണ്ട് നമ്പറുകൾ വേണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് നമ്പറുകൾ വേണം സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെയാണ്, ഡിവിഷനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ബിക്കോസ് ദേ റിക്വയർ 2 operands. Okay, we have a lot of examples. If we take 2 numbers x and y, x plus y എത്രയായിരിക്കും, x minus y എത്രയായിരിക്കും, x into y എത്രയായിരിക്കും, x division y. ഡിവിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ സ്ലാഷ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കീബോർഡിലെ സിമ്പിൾ സ്റ്റാർ സിമ്പിൾ ആണ് ഉപയോഗിക്കുക. അപ്പോൾ വിവിധ നമ്പറുകൾ എക്സിനും വൈക്കും നമ്മൾ കൊടുത്തു നോക്കുക. ആസ് യു സീ ഓൺ ദ സ്ക്രീൻ, ഓരോ കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നമ്മൾ നോക്കാം. എക്സാമ്പിൾസ് ആയിട്ട് ഒന്നാമത്തെ കേസിൽ 10ഉം 5ഉം, എക്സിന് 10ഉം കൊടുത്തു, വൈക്ക് 5ഉം കൊടുത്തു കഴിഞ്ഞാൽ അഡീഷനിൽ 10ഉം 5ഉം 15 എന്ന് കിട്ടും. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ 10 - 5 5 എന്ന് കിട്ടുന്നു. മൾട്ടിപ്ലിക്കേഷനിൽ 10 × 5 50 എന്ന് കിട്ടുന്നു. ഡിവിഷനിൽ 10 ഡിവൈഡഡ് ബൈ 5 നമുക്ക് 2 എന്ന് കിട്ടും. ഇനി നമ്മൾ -11ഉം 3ഉം എടുത്ത് നോക്കിയോ. -11 + 3 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -8 ആയിരിക്കും. -11 - 3 എത്ര ആൻസർ കിട്ടുക? രണ്ടും മൈനസ് സൈൻ വരുന്നത് കൊണ്ട് ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് സൈൻ കൊടുക്കുക. അപ്പം -14 എന്ന് കിട്ടുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -11 × 3 എന്ന് പറയുന്നത് 33, -33 എന്നാണ് കിട്ടുക. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ -3.666. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സീരീസ് ആയതുകൊണ്ട് -3.6666. എത്ര ഡിജിറ്റ് ആണോ വേണ്ടത് നമുക്ക് അത്രയും ഡിജിറ്റുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള റിസൾട്ടുകളും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. ഓക്കെ, ഇതിൽ മറ്റൊരു അരിത്മെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഒരു വേർഡ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഈ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാറുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പലാണ് മോഡുലസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് നമ്മൾ ഈ മോഡുലസ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്? റിമൈൻഡർ ഓഫ് ഡിവിഷൻ. ഒന്നാമത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശിഷ്ടമാണ് മോഡുലസ് ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറൻസ് എന്ന് പറയുന്നത് ഇൻറ്റിജറുകളായിരിക്കണം. മറ്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ആവാം, നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ആവാം. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. സ്ക്രീനിൽ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 10, 5
10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശിഷ്ടം എത്രയാണെന്നാണ് റിട്ടേൺ ചെയ്യുക. അപ്പൊ x% y, x is 10, y is 5. What is x%y? The remainder when 10 is divided by 5. Okay, there is no remainder, so the result is 0. വേറെ ഒന്ന് നോക്കാം. 5% 10. ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നതേ ഉള്ളൂ. 5 മോഡുലസ് 10 ആണ്. What is the remainder when 5 is divided by 10? 5നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് ശിഷ്ടം കിട്ടുക? 5നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല നമുക്കറിയാം അല്ലേ? അപ്പൊ റിമൈൻഡർ എന്ന് പറയുന്നത് ആ 5 എന്ന് പറയുന്ന സംഖ്യ തന്നെയാണ്. കോഷ്യന്റ് 0യും റിമൈൻഡർ 5 ആണ്. അപ്പൊ അവിടെ ആൻസർ എത്രയാണ്? 5 ആണ്. കൺഫ്യൂഷൻ ആവശ്യമില്ല. ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ ശിഷ്ടം എപ്പോഴും ആ ചെറിയ സംഖ്യ തന്നെയായിരിക്കും. മറന്നു പോകരുത്. When a small number is divided by a bigger number, the remainder is always the first operand, the small number. Okay. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യത്തെ ഓപ്പറന്റിന്റെ സൈൻ ആയിരിക്കും റിസൾട്ടിന്റെ സൈനും. അതായത് -11 ഡിവൈഡഡ് ബൈ 5, അല്ലെങ്കിൽ ഇവിടെ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് വിചാരിക്കാം. -11% 5. റിമൈൻഡർ എത്രയാണ്? 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് റിമൈൻഡർ കിട്ടുക? 1 ആണ് റിമൈൻഡർ. ഓക്കെ, 2 തവണ ഡിവൈഡ് ചെയ്യാം ആൻഡ് റിമൈൻഡർ വിൽ ബി 1. ഇവിടെ -11 ആയതുകൊണ്ട് ഫസ്റ്റ് ഓപ്പറന്റിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് റിസൾട്ടിന്റെ സൈനും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. 2 ഓപ്പറന്റ് മൈനസ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഓപ്പറന്റിന്റെ സൈൻ എന്ന് പറയുന്നത്, അപ്പൊ അതും മൈനസ് സൈൻ ആയിരിക്കണം. ഓക്കെ, യു ക്യാൻ ഗോ ത്രൂ ദീസ് എക്സാമ്പിൾസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേരിയസ് പോസിബിലിറ്റീസ് ആൻഡ് ദ കറസ്പോണ്ടിങ് റിസൾട്ട്സ്. അടുത്ത ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. എന്താ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ എന്തിനാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം? ഫോർ കമ്പയറിംഗ് ടു ക്വാണ്ടിറ്റീസ്. രണ്ട് ന്യൂമറിക് ഡാറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കാം. ലെസ് ദാൻ, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. രണ്ട് ന്യൂമറിക് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ഡബിൾ ഈക്വൽ ടു ആണ് ഉപയോഗിക്കേണ്ടത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആയിട്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. നോട്ട് ഈക്വൽ ടു എഴുതുന്നത് എക്സ്ക്ലമേഷൻ ചിഹ്നവും ഈക്വൽ ടു സൈനും കൂടിയാണ്. അപ്പൊ ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, രണ്ട് ന്യൂമറിക് ഡാറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് 10 greater than 5. ഓക്കെ, വാട്ട് ഈസ് യുവർ ആൻസർ? 10 is greater than 5 അല്ലേ? അപ്പൊ അത് ട്രൂ എന്നാണ് അർത്ഥം അല്ലേ? അത് ശരിയാണ് എന്നാണ് നമ്മൾ പറയാം. 5 greater than 10 എന്ന് പറഞ്ഞാലും യു വിൽ സേ നോ, ഇറ്റ് ഈസ് നോട്ട്. അപ്പൊ അത് ഫോൾസ് ആണെന്ന്, ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് അർത്ഥം. അപ്പൊ ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, റിലേഷണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. C++ true is represented by 1 and false is represented by a 0. So whenever you evaluate a relational expression, relational operators involved in relational expression, I will tell you a little later. ആ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഐദർ 1 or 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് വി ഹാവ് a lot of examples. You assign values for m and n. m ഉം n നും ഓരോ വാല്യൂസ് കൊടുക്കുക. എന്നിട്ട് m greater than n നോക്കുക, m less than n നോക്കുക, m greater than or equal to n ആണോ നോക്കുക, m less than or equal to n ആണോ നോക്കുക, m equal to n ആണോ നോക്കുക. equal to എന്ന് പറയുന്നത് ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതൊരു കമ്പാരിസൺ ടെസ്റ്റ് ആണ്. m not equal to n ആണോ നോക്കുക. ആൻഡ് കറസ്പോണ്ടിങ് വാല്യൂസ് 0 ആണോ 1 ആണോ, ആ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. ട്രൂ ആണെങ്കിൽ 1 എന്ന് എഴുതുക, ഫോൾസ് ആണെങ്കിൽ 0 എന്ന് എഴുതുക. ഓക്കെ, ഗോ ത്രൂ ദീസ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഇസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ദി തേർഡ് ടൈപ്പ് ഇസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചില റിലേഷണൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ ചെയ്യേണ്ടി വരും. നമ്മൾ a greater than b greater than c എന്ന് എഴുതാറുണ്ട് മാത്തമാറ്റിക്സിൽ. a b-നേക്കാൾ വലുതാണ്, ബി സിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ വലുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് C++ എഴുതാൻ പറ്റില്ല.
C++ലെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വളരെ ബേസിക് ആയിരിക്കണം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. ഇത് ഈ രണ്ട് നമ്പറിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ പറയുന്നത് എ ഈസ് ഗ്രേറ്റർ ദാൻ ബോത്ത് ദ നമ്പേഴ്സ്. ഇപ്പൊ രണ്ടും ശരിയാണ്, ബിനേക്കാളും വലുതാണ് അതുപോലെ സിനേക്കാളും വലുതാണ് നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കമ്പാരിസണിനെ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. C++ല് ഈ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഡബിൾ ആംബർസെന്റ്, രണ്ട് പ്രാവശ്യം ആംബർസെന്റ് ഇട്ടിട്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ അങ്ങനെ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട്. ഇത് മൂന്നുമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോജിക്കൽ ആൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴാണ് അത് ട്രൂ റിട്ടേൺ ചെയ്യുന്നത്? ഇവിടെയും റിസൾട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും, 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. Now, when do you get 1? When you apply AND operation. E1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, E2 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണത്. E1 ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്, E2 എന്ന് പറയുന്ന ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. E1 ആൻഡ് E2 എപ്പോഴാണ് ട്രൂ റിട്ടേൺ ചെയ്യുക? രണ്ടും ട്രൂ ആണെങ്കിലാണ് നമുക്ക് ആൻഡ് ട്രൂ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയാം അല്ലേ. അപ്പോൾ E1 1 ആയിരിക്കണം, E2 1 ആയിരിക്കണം. E1 റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 ആവണം, E2 റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 ആണെങ്കിൽ E1 ആൻഡ് E2 will return 1. In all other cases it will return 0. അപ്പോൾ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുകയാണെങ്കിൽ E1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, E2 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. E1 0 ആണ്, E2 0 ആണെങ്കിൽ E1 ആൻഡ് E2 will be 0. E1 1 ആണ്, E2 0 ആണെങ്കിൽ അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഫാൾസ് ആയി, E1 ആൻഡ് E2 0 ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ 0 ആണ്, സെക്കൻഡ് കണ്ടീഷൻ 1 ആണെങ്കിലും ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇടാം, യു ഗെറ്റ് 0. ഇനി E1 is 1, E2 1 ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ E1 ആൻഡ് E2 will give you 1. ഓക്കെ, ഇതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നമ്മളൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ്, ട്രൂ ആണ്. ഐ ഹാവ് ആൻ അംബ്രല്ല, അതും ട്രൂ ആണ്. ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഐ ഹാവ് അംബ്രല്ല എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇനി സപ്പോസ് ഐ ഡോണ്ട് ഹാവ് ആൻ അംബ്രല്ല, അപ്പൊ ഞാൻ പറയാണ് ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഐ ഹാവ് ആൻ അംബ്രല്ല, എന്തായിരിക്കും വാല്യൂ? അവിടെ ഫാൾസ് ആണ്. കാരണം രണ്ടാമത്തെ കണ്ടീഷൻ ഐ ഹാവ് ആൻ അംബ്രല്ല എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഐ ഡോണ്ട് ഹാവ് ആൻ അംബ്രല്ല, അപ്പൊ അത് 0 വന്നു. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ കൂടെ ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഫാൾസ് 0 എന്നുള്ളത് ആയിരിക്കും. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ, ലോജിക്കൽ ഓർ. ലോജിക്കൽ ഓർ വിൽ റിട്ടേൺ ട്രൂ ഇൻ 3 കേസസ്. 3 കേസിൽ ട്രൂ റിട്ടേൺ ചെയ്യും. E1 ഓർ E2 ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ, E1 ട്രൂ ആണെങ്കിൽ E2 ഫാൾസ് ആണെങ്കിൽ നമുക്ക് E1 ഓർ E2 എന്നുള്ളത് ട്രൂ ആയിരിക്കും. രണ്ടും ട്രൂ ആണെങ്കിലും ട്രൂ ആയിരിക്കും. രണ്ടും ഫാൾസ് ആകുമ്പോൾ മാത്രമാണ് E1 ഓർ E2 എന്ന് പറയുന്നത് 0 റിട്ടേൺ ചെയ്യുന്നത്, ഫാൾസ് ആവുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ E1 ഓർ E2 ഫാൾസ് ആണ്. ഇൻ ഓൾ അതർ കേസസ്, ബാക്കിയുള്ള 3 കേസിലും ട്രൂ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു കണ്ടീഷനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഇതൊരു യൂണറി ഓപ്പറേഷൻ ആണ്. ഇതിന് ഒരു കണ്ടീഷൻ മതി അല്ലെങ്കിൽ ഒരു ഓപ്പറൻഡ് മതി. മറ്റ് ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓറും ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇവിടെ ഈ ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഒരു യൂണറി ഓപ്പറേഷൻ ആണ്. എ ട്രൂ ആണെങ്കിൽ നോട്ട് എ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. എ ഫാൾസ് ആണെങ്കിൽ നോട്ട് എ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഈ നോട്ട് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? രണ്ട് പൈപ്പ് സിമ്പിൾ എന്നാണ് അതിന് പറയുക, രണ്ട് വര, അതാണ് ഓർ സിമ്പിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കീബോർഡിൽ എൻ്റർ കീന്റെ തൊട്ട് മേലിലുള്ള ഒരു കീ ആണത്. അത് 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഓറാണ്. നോട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. മറ്റൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇൻപുട്ട് ഓപ്പറേറ്ററും ഉണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്ററും ഉണ്ട്. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡാറ്റ
മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. ഇപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് ഇൻപുട്ട് ഓപ്പറേറ്റർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ 2 പ്രാവശ്യം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇടുക. എവിടെ നിന്നാണ് റീഡ് ചെയ്യുന്നത്? കീബോർഡിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് റീഡ് ചെയ്യുക? റാമിലേക്കാണ് റീഡ് ചെയ്യുക. റാമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിളുകൾ ഉപയോഗിച്ചാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ വേരിയബിളുകളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, റാമിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കീബോർഡിൽ നിന്ന് റാമിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇത് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നും അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇൻപുട്ട് ഓപ്പറേറ്റർ ഈസ് ഓൾസോ കോൾഡ് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആൻഡ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഈ 2 പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇസ് റെപ്രസെന്റഡ് ബൈ 2 ലെസ് ദാൻ സിമ്പിൾസ്. ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ലെസ് ദാൻ സിമ്പിൾ ആണ് ഉപയോഗിക്കുക. ഇവിടെ ഡാറ്റ, റാമിലുള്ള ഡാറ്റ സ്ക്രീനിലേക്ക്, മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി, ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആയതുകൊണ്ടാണ് ഇതിനെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് പുട്ട് ടു ഓപ്പറേറ്റർ ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ മറ്റൊരു പേരാണ് പുട്ട് ടു ഓപ്പറേറ്റർ, ഓർ ഇനി തേർഡ് നെയിമാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇപ്പൊ ഏതാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. 4 ഓപ്പറേറ്റേഴ്സ് വന്നിട്ട് ഏതാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ, ഏതാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഓപ്പറേറ്റർ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ അടുത്ത ഒരു സെഷനിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പോൾ ഈ ഓപ്പറേറ്റർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് റെപ്രസെന്റഡ് ബൈ an ഈക്വൽ സിമ്പിൾ. ഒരു ഈക്വൽ ടു സൈൻ, ഒരു തവണ ഈക്വൽ ടു സൈൻ എഴുതി കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സിംഗിൾ ഈക്വൽ ടു. ഇതും ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 2 ഓപ്പറാൻഡ്സ് ഇതിന് വേണം. അതിൽ ഒന്നാമത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു വേരിയബിൾ ആയിരിക്കണം. രണ്ടാമത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, എക്സ്പ്രഷൻ ആവാം, ഓക്കെ എന്ത് വേണമെങ്കിലും ആവാം. ഫസ്റ്റ് ഓപ്പറാൻഡ് ഷുഡ് ഓൾവേസ് ബി എ വേരിയബിൾ. ലെറ്റ്സ് ടേക്ക് സം എക്സാമ്പിൾ. എ ഈക്വൽ ടു ബി. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ബിയുടെ വാല്യൂ, ബി എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഈസ് അസൈൻഡ് ടു ദ വേരിയബിൾ എ. എ ഈസ് ഈക്വൽ ടു 3 എന്നാണെങ്കിലോ the value 3, that constant, is assigned to the variable a. Okay, അപ്പോൾ അങ്ങനെയാണ് ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് we should also have a note between the difference between equal to and double equal to. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ. ഡബിൾ ഈക്വൽ ടു എന്തിനാണ് ഉപയോഗിക്കുന്നത്? It is a comparison operator which checks the equality of 2 numeric quantities. 2 numeric quantitiesന്റെ ഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത്. അത് ഒരു 0 or 1 വാല്യൂ അല്ലെങ്കിൽ ഫാൾസ് ഓർ ട്രൂ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. Okay, that's the difference between equal to and double equal to. Okay, so having learned about operators, we are going to the next topic, expressions. എന്തായിരിക്കും എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻഡ്സ്. ഓപ്പറൻഡുകളുടെയും ഓപ്പറേറ്റേഴ്സിന്റെയും കോമ്പിനേഷനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പ്രഷൻസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻസ് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. 3 മെയിൻ ക്ലാസിഫിക്കേഷൻ അതാണ്: അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻസ് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. All expressions can be evaluated to get a result, and this result is known as the return value of the expression. An arithmetic expression is an expression in which you will use only numeric values and arithmetic operations. Arithmetic operatorsകൾ മാത്രം ഉപയോഗിക്കുന്ന എക്സ്പ്രഷനുകൾക്ക് പറയുന്ന പേരാണ് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്. അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ 2 ആയിട്ട് പറയാം. ഒന്ന് ഇൻറ്റിജർ എക്സ്പ്രഷൻസ് എന്ന് പറയും, 2 ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ് എന്ന് പറയും. ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ
ഇന്റീജർ ഓപ്പറൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏത് വേണമെങ്കിലും ആവാം, ബട്ട് യു ക്യാൻ ഹാവ് ഓൺലി ഇന്റീജർ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, ഈ ഇന്റീജർ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്നതും ഒരു ഇന്റീജർ വാല്യൂ ആയിരിക്കണം. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. 5 ഡിവൈഡഡ് ബൈ 2. നോർമലി നമ്മൾ വിചാരിക്കുന്നത് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 2.5 എന്നായിരിക്കും അല്ലേ? ബട്ട് ഇവിടെ 5 എന്ന് പറയുന്നത് ഇന്റീജർ ആണ്, 2 എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. അതുകൊണ്ട് ഈ ഡിവിഷൻ ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു ഇന്റീജർ ആയിരിക്കും. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്? 2.5 കിട്ടില്ല. 0.5 എന്നുള്ളത് ട്രങ്കേറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് 2 എന്ന് പറയുന്ന ആയിരിക്കും ആൻസർ. അപ്പൊ ഇന്റീജർ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്നത് ഇന്റീജർ വാല്യൂ ആയിരിക്കും. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ് ആണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ എങ്കിലും അതിനകത്ത് ഉണ്ടാവണം. ഒന്നുകിൽ ഒരു വേരിയബിളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കണം. ഇപ്പൊ 5 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റാണ്. 5 ഡിവൈഡഡ് ബൈ 2.0. അവിടെ 2.0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. ഇപ്പൊ അതെന്തായി മാറി? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ആയിട്ട് മാറി. അപ്പൊ അത് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 2.5 എന്ന് തന്നെയായിരിക്കും, 2 അല്ല. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടിയത് 2 ആണ്. 5 ഡിവൈഡഡ് ബൈ 2.0 നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2.5 ആയിരിക്കും. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആൻഡ് ഇന്റീജർ എക്സ്പ്രഷൻസ്. ഇനി ഈ എക്സ്പ്രഷനുള്ളിലെ കോൺസ്റ്റന്റുകളും ഓപ്പറേറ്റേഴ്സും മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ് എന്ന് വിളിക്കും. അതൊരു സ്പെഷ്യൽ കേസ് ആണ്, കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി കോൺസ്റ്റന്റ് വാല്യൂസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അടുത്ത റിലേഷണൽ എക്സ്പ്രഷൻ. ഞാൻ ഓൾറെഡി അത് പോയിന്റ് ഔട്ട് ചെയ്തു. റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ന്യൂമറിക് ഓപ്പറൻസ്. ഓപ്പറൻറ്റുകളും ഓപ്പറൻസ് എന്ന് പറയുന്നത് ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. അത് ഏത് തരത്തിലുള്ള വാല്യൂസ് വേണമെങ്കിലും ആവാം. റിയൽ നമ്പേഴ്സ് ആവാം, ഇൻഡിജേഴ്സ് ആവാം, കോൺസ്റ്റന്റ്സ് ആവാം, വേരിയബിൾസ് ആവാം. അപ്പൊ അതിൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് എ റിലേഷണൽ എക്സ്പ്രഷൻ. ആൻഡ് വെൻ യു ഇവാലുവേറ്റ് എ റിലേഷണൽ എക്സ്പ്രഷൻ, വാട്ട് യു ഗെറ്റ്? യു ഗെറ്റ് എ either true or false value, which means you will get either 1 or 0. Okay, that's a speciality of relational expressions. അടുത്ത logical expressions ആണ്. Logical expressions will contain logical operators also. ഇപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻസ് അവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? നമ്പേഴ്സ് ഉണ്ടാവാം, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കൂടി ഉപയോഗിക്കുമ്പോൾ യു ഗെറ്റ് എ ലോജിക്കൽ എക്സ്പ്രഷൻസ്. ഇവിടെ ഈ റിലേഷണൽ എക്സ്പ്രഷൻസിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലോജിക്കൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. പ്രയോറിറ്റിയോ അല്ലെങ്കിൽ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്നൊക്കെ പറയും. വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലിറ്റിൽ ലേറ്റർ ഇൻ വൺ ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ ആ പ്രസിഡൻസ് ഉള്ളത് കൊണ്ട് ഏത് ഓപ്പറേഷൻ ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ലോജിക്കൽ ഓപ്പറേഷൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ പഠിച്ചത് ഓപ്പറേറ്ററിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. ആൻഡ് ഓൾസോ ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും നമ്മൾ പഠിച്ചു. ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് അതിന് പറയുക. എന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. സീ യു. ബൈ ബൈ.